അച്ഛൻ എനിക്ക് റോബോട്ട് മേടിച്ചു തരുന്നില്ല. നിന്റെ അച്ഛനൊരു സയന്റിസ്റ്റ് ഒന്നും അല്ല നിനക്ക് റോബോട്ടിനെ ഉണ്ടാക്കി തരാൻ. നീ വേറെന്തെങ്കിലും ചോദിക്കടാ മോനെ. റോബോട്ട് ഒഴികെ എന്ത് വേണമെങ്കിലും ചോദിച്ചോ. റോബോട്ടിനെ വേണോ? റോബോട്ട്, പൊട്ടിപ്പൊളിഞ്ഞ സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയ റോബോട്ട്. അച്ഛാ ആരോ റോബോട്ടിനെ വിൽക്കുന്നു. റോബോട്ടിനെ വേണോ? റോബോട്ട്, പൊട്ടിപ്പൊളിഞ്ഞ സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയ റോബോട്ട്, വീട്ടിലെ പാഴ്വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ റോബോട്ട്. അങ്കിൾ എനിക്കൊരു റോബോട്ടിനെ വേണം. അതിനെന്താ മോനെ, തരാമല്ലോ. ഞാനിതെന്താ ഇങ്ങനെ കൊണ്ടുവന്ന് റോബോട്ടിനെ വിൽക്കുന്നത്? ഒതളങ്ങ വിൽക്കുന്നത് പോലെയാണല്ലോ റോബോട്ടിനെ വിൽക്കുന്നത്. എടോ മണ്ടച്ചാരെ, ഇത് 21-ാം നൂറ്റാണ്ടാണ്. താൻ ഏത് യുഗത്തിലെ കാര്യമായി പറയുന്നത്? തന്റെ മോന് റോബോട്ടിനോടുള്ള താല്പര്യം കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് എന്റെ വകയായിട്ട് ഞാനിത് നിനക്ക് ഫ്രീ ആയിട്ട് തരുന്നു. അതെ, ഫ്രീ ഗിഫ്റ്റ്. നിന്നെ പോലുള്ള മിടുക്കന്മാരായ കുട്ടികളെ ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ വലുതാകുമ്പോൾ സയന്റിസ്റ്റുകളാകുമല്ലോ. വാ മോനെ, ഇതെങ്ങനെയൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. എന്റെ ഡോങ്കി സെൻസ് പറയുന്നത് ഇവിടെ എന്തോ അപകടം ഉണ്ടെന്നാ. ആ താടിക്കാരനാളത്ര ശരിയല്ല. നേരെ ചെന്ന് അയാൾക്ക് നൈസായിട്ട് ഒരു തൊഴി കൊടുത്ത് നോക്കാം. ഇയാളെ കാണാൻ ടിംബക്ടൂനെ പോലെ ഉണ്ടല്ലോ. ഒരു തൊഴിയൂടെ കൊടുത്ത് നോക്കാം. അയ്യോ രക്ഷിക്കണേ, ഈ കഴുത എന്തിനാ എന്റെ പുറകെ ഓടി വരുന്നത്? രക്ഷിക്കണേ. ഇതാണ് സെന്റ് മേരി സ്റ്റുഡൻസിന്റെ റോബോട്ട്. അടുത്തതായി ആര്യശിക്ഷ മന്ദിർ സ്കൂളിലെ റോബോട്ട് വരുന്നതാണ്. അടിപൊളി, നല്ല കിടലൻ ചായ കേട്ടോ. ഫ്രണ്ട്സ്, അടുത്തതായി വരുന്നു ഇന്റർനാഷണൽ സ്കൂളിലെ സ്റ്റുഡന്റ് റോക്കിയുടെ റോബോട്ട്. ഞാനിതാ വെല്ലുവിളിക്കുന്നു. ഏതെങ്കിലും ഒരു റോബോട്ടിന് എന്റെ റോബോട്ടിനെ ബൈക്ക് റേസിൽ തോൽപ്പിക്കാൻ കഴിയുമോ? എന്റെ കയ്യില് 2 ബൈക്കുണ്ട്. ഒന്നില്ലെങ്കിൽ എന്റെ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യ്, അല്ലെങ്കിൽ തോൽവി സമ്മതിക്ക്. എന്നിട്ട് എന്റെ റോബോട്ടിന് തന്നെ ഫസ്റ്റ് പ്രൈസ് കൊടുക്ക്. എന്റെ റോബോട്ടിന് ബൈക്ക് ഓടിക്കാനൊന്നും അറിയില്ല. വീർ, ഈ സ്ഥലം കാണാൻ നല്ല രസമുണ്ടല്ലേ? അതെ എംലി, ഈ സ്ഥലം വളരെ മനോഹരമാ. ഇത്തവണ ക്യാമ്പിംഗ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കുട്ടികളെ, നാളെ നമ്മൾ ആ പഴയ കോട്ടയിൽ കറങ്ങാൻ പോകുന്നതായിരിക്കും. അങ്ങോട്ടേക്ക് പോകരുത് സാറേ, അവിടേക്ക് പോകാൻ പാടില്ല. അവിടെ ഭൂതങ്ങളുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. നമ്മുടെ കുട്ടികൾക്ക് അതിനോടൊന്നും പേടിയില്ല. ഇതൊന്നും സത്യമല്ല എന്നുള്ള കാര്യം അവർക്ക് നല്ലതുപോലെ അറിയാം. അല്ലേ കുട്ടികളെ? അതെന്ത് ശബ്ദമാണ്? അത് ഭൂതങ്ങളാണ്. ഇപ്പൊ കേട്ട ശബ്ദം ഭൂതത്തിന്റെ കൂട്ടുകാരന്റെയാ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവിടെ ഭൂതങ്ങളുണ്ടെന്ന്. ഈ പറയുന്നതൊന്നും ശരിക്കുള്ള കാര്യമല്ല. അവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടാകാം. വിശ്വാസമില്ലെങ്കിൽ നമ്മൾ അവിടെ പോയി കാണിച്ചു തരാം. അത് പ്രേതമൊന്നുമല്ല, വേറെ ആരോ ആണ്. അല്ലേ കുട്ടികളെ? സർ, രാത്രി അവിടേക്ക് പോകുന്നതിലും നല്ലത് നാളെ രാവിലെ പോയി എല്ലാവരും അവിടെ ഭൂതയില്ലെന്ന് കാണിക്കുന്നതാ. വീര് പേടിച്ചുപോയി. പേടിത്തൊണ്ടൻ. വീര് ഒരിക്കലും പേടിക്കാറില്ല. സർ, വരൂ, ഇപ്പൊ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അല്ലേ വീർ? എനിക്കൊന്നും പേടിയില്ല. പക്ഷേ രാത്രി ആ കോട്ടയിലേക്ക് പോകുന്നത് അത്ര നല്ലതായിരിക്കില്ല. നമ്മൾ സ്കൗട്ട്സ് ആണ്. നമ്മൾ ആരെയും പേടിക്കാറില്ല.
നമ്മൾ ഇപ്പൊ തന്നെ ആ കോട്ടയിലേക്ക് പോയി പ്രേതങ്ങളൊന്നുമില്ലെന്ന് തെളിയിച്ച് കാണിച്ചു തരാം. സർ ഞങ്ങളും കൂടെ പോയിക്കോട്ടെ? ലേഡീസ് ടീച്ചേഴ്സ് ഇവിടെ തന്നെ നിന്നോളൂ. ക്യാമ്പിലും ആരെങ്കിലും ഒക്കെ വേണ്ടേ? ഓ വളരെ നന്ദി. ഞാൻ നിങ്ങളെ തടഞ്ഞില്ലെന്ന് അവസാനം വന്ന് എന്റെ അടുത്ത് പരാതി പറയരുത്. അവര് പ്ലാൻ ചെയ്ത് എന്റെ നേരെയാണല്ലോ വരുന്നത്. ഇവരെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ട്രാപ്പ് ചെയ്തേ പറ്റൂ. ഇവരെല്ലാം മിനാറിൽ കൂട്ടിയിടിപ്പിക്കാം. ഇവരെന്റെ അടുത്തെത്തി കഴിഞ്ഞാൽ ഞാൻ പറന്നു പൊങ്ങും. അങ്ങനെ ഇവർ അതിലിടിച്ചോളും. ഓ നോ! പക്ഷെ നിങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങി വരാൻ പാടില്ല. ഇവിടെ ഒരുപാട് അപകടമുണ്ട്. ഓടിക്കോ, ഡൈനോസറുകൾ എണ്ണിക്കുന്നു. ഞാൻ നിന്നെ ഏതെങ്കിലും സേഫ് സ്ഥലത്ത് എത്തിക്കാം. അവിടുന്ന് പുറത്തേക്ക് ഒന്നും ഇറങ്ങരുത്. ഇംലി, ആ ഡൈനോസേഴ്സ് വരുന്നുണ്ട്. വേഗം നിന്നെ എവിടെങ്കിലും ഇറക്കിയേ പറ്റൂ. ഇംലി, നീ ഇത് എന്തായി ചെയ്യുന്നേ? നിന്നെ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് വിടില്ല. വീർ, നമുക്ക് ഒരുമിച്ച് ഈ പ്രശ്നങ്ങളെല്ലാം നേരിടാം. നീ അതിന്റെ ഫയർ ബോൾസിനെ തടയും, ഞാൻ അവരെ എങ്ങനെയെങ്കിലും തടയാം. ഇംലി, സൂക്ഷിച്ചു വേണം. കൊള്ളാലോ ഇംലി, നിനക്ക് നല്ല ധൈര്യമാണല്ലോ. ആരുടെ കൂട്ടുകാരിയാണെന്ന വിചാരം. ആ ബുക്കിലേക്ക് ഒരിക്കലും നോക്കരുത്. കണ്ടില്ലേ, നമ്മുടെ കൂട്ടുകാര് രണ്ടുപേര് അതിനുള്ളിൽ കുടുങ്ങിപ്പോയത്. ആ ശരി ശരി, നമുക്ക് ഇവിടുന്ന് പറന്ന് രക്ഷപ്പെടാന്നേ. ആ ചെറുക്കന് എങ്ങോട്ട് പോയി? ആ എനിക്കറിയില്ല. One more to go on ground. വരൂ, അതിനെ നമുക്ക് ബുക്കിനകത്താക്കാം. വീർ, നിങ്ങൾ എവിടെ ഒളിച്ചാലും ട്രക്കിന്റെ അടിയിൽ ഒളിക്കല്ലേ. ഈ ഡൈനോസറുകൾക്കൊക്കെ ട്രക്ക് ഓടിക്കാൻ അറിയാം. നീ റോബോ ബോയ് ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിരിക്കുന്നു. നീയാണല്ലേ എല്ലാവരെയും രക്ഷിക്കുന്നത്. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. പിന്നെ ബോസേ, എനിക്കുണ്ടല്ലോ വീർ നമ്മുടെ കൂടെ ഡാൻസ് കളിക്കുന്നത് പോലെ ഒരു തോന്നല് വരുന്നു. വീരതാ നിന്ന് നൃത്തം ചെയ്യുന്നടാ. നീ വേഗം ബ്ലാക്ക് സർക്കിൾ ഓൺ ആക്ക്. എന്റെ പൊന്നു മാഡ് മാക്സ്, നന്നായി ഡാൻസ് കളിച്ചോണ്ടിരിക്കുമ്പോ എന്തിനാ വഴക്കിനെ പറ്റി സംസാരിക്കുന്നേ? പുള്ളി പറഞ്ഞത് ശരിയാണ് ബോസേ. നമുക്കാദ്യം വീറിന്റെ ഡാൻസ് കാണാമെന്നേ, എന്നിട്ട് തീരുമാനിക്കാം നിങ്ങളാരാ നല്ല ഡാൻസർ എന്ന്. ഇവിടെ ഡാൻസ് കോമ്പറ്റീഷൻ ഒന്നും അല്ല ഞാൻ നടത്തുന്നതാ. നീ വേഗം പോയ ബ്ലാക്ക് സർക്കിൾ ഓൺ ആക്കോ. ആ ബ്ലാക്ക് സർക്കിളിനെ എങ്ങനെയെങ്കിലും ഒന്ന് നിർത്ത്. വേഗം ബ്ലാക്ക് സർക്കിൾ ഓൺ ആക്കോ. ഇവനോടൊന്നും മര്യാദയ്ക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കാലുമടക്കി ഒരു തൊഴി കൊടുക്കാം. ഇവന് ഭയങ്കര ശക്തിയാണ്.
നിക്കടാ. എന്താ ഇത്? ആ? അയ്യോ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോടാ. വണ്ടി എടുക്കടാ. ആ. ഇമ്ലി, ആ ബ്ലാക്ക് സർക്കിളിന്റെ ബോക്സ് തള്ളിയിട്. എന്നാ പിടിച്ചോ. വീർ, ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പൂപ്പ, നിങ്ങളെങ്ങനെ എവിടെ എത്തിയത്? ജിണ്ടുവിന്റെ മാജിക് ഉപയോഗിച്ച്. പക്ഷെ ജിണ്ടു എങ്ങോട്ടാ പോയെന്ന് ഒരു വിവരവും ഇല്ല. വീണ്ടും അവന്റെ ഓർമ്മ പോയി കാണും. വരൂ, അവനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ശരിയാക്കാം.